നമ്മൾ ഇത്തിരി ലേറ്റായാലും ഈ വർഷത്തെ ചീരകൃഷി നമ്മൾ വിളവെടുക്കുകയാണ്. അപ്പം ഞാൻ ആദ്യമേ തൊട്ടിത് എങ്ങനെയാണ് നട്ടതെന്ന് കാണിക്കാവേ. നമ്മുടെ അരിയൊക്കെ വാങ്ങുന്ന പ്ലാസ്റ്റിക് ജാഗിനകത്ത് കുറച്ച് നല്ല കരികിലൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മീതേക്ക് കുറച്ച് മണ്ണും മണലും മിക്സും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നികത്തി കൊടുക്കുക. മീതേക്ക് നമ്മൾ കരികില കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അതും ഒന്ന് നികത്തി കൊടുക്കണം. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നികത്തി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൂച്ച വന്ന് നോക്കുന്നുണ്ട്. കൊള്ളാം മുതലാളി എന്നൊക്കെ ആയിരിക്കും അവൾ പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ 3 ചാക്കിനകത്ത് നിറച്ചും കരികില, മണൽ, അതുപോലെ മീതെ കമ്പോസ്റ്റ് ഇട്ട് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ടൗണിൽ തന്നെയുള്ള ഹരിത കേന്ദ്രത്തിൽ നിന്ന് ഞാൻ കുറച്ച് ചീരവിത്ത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ തന്നെയാണ്, 20 രൂപയാണ്. അപ്പോൾ ഇത്രയും വിത്തുകൾ എടുത്തിട്ട് നമുക്ക് ആദ്യത്തെ ഒരു ചാക്കിനകത്ത് ഒന്ന് മീതെ വിതറി കൊടുക്കാവേ. എന്നിട്ട് കമ്പോ അല്ലെങ്കിൽ കയ്യോ വെച്ചിട്ടോ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണേ. ആ വിത്തുകളൊന്ന് ശകലം മണ്ണിനകത്തോട്ടൊന്ന് പോകാം, ഒരുപാട് മണ്ണിനടി പോകാൻ പാടില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് മണ്ണ് മീതേക്ക് ഒന്നാക്കി കൊടുക്കുക. അതുപോലെ ബാക്കിയുള്ള 2 ചാക്കിനകത്തും നമ്മളിതുപോലെ തന്നെ പാകി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 ചാക്കിനകത്ത് നമ്മൾ പാകിയിട്ട് 2 നേരം എന്നും വെള്ളം ഒഴിച്ച് കൊടുക്കണേ. അങ്ങനെ കറക്റ്റ് 3-ാമത്തെ ദിവസം കിളുത്ത് വന്നിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പം തൈകൾക്ക് ഇത്രയ്ക്ക് വളർച്ച വന്നിട്ടുണ്ട്. ഇരുപത് ദിവസമൊക്കെ ആയപ്പോഴത്തേനും തൈകൾ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട്. നമുക്ക് പറിച്ച് നടാൻ പരുവമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മണ്ണിലേക്ക് പറിച്ച് നടാൻ പോവാണ്. അപ്പം നമുക്ക് ചീര പറിച്ച് നടാൻ ഒരുപാട് ഇടയൊന്നുമില്ല കേട്ടോ. മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ കുറേ ഷീറ്റും കുറച്ച് ചെടിയും ഒരു മീൻ ടാഗൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയ നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് അവിടെയാണ് ചീര നടാൻ ഉദ്ദേശിക്കുന്നത്. തറ നമ്മൾ അധികം കിളയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിരുന്ന കുറച്ച് മുല്ലച്ചെടി, അല്ലാതെ കുറേ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അവിടെ നിന്ന് എടുത്ത് മാറ്റുവാണേ. തറ കുത്തിക്കിളയ്ക്കാതെയാണ് നമ്മളിവിടെ ആദ്യമേ ഇത്ര സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെടിയെല്ലാം എടുത്ത് മാറ്റിയിട്ട് അവിടുത്തെ ആ കരികിലൊക്കെ ഒന്ന് തൂത്ത് കൂട്ടി വെക്കുന്നുണ്ട്. കരികില കളയുന്നില്ല, ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആ സൈഡിലൊരു കാച്ചിലുണ്ടായിരുന്നു കേട്ടോ. ആ കാച്ചിലും കൂടെ അവിടെ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് പുഴുങ്ങാനുള്ള കാച്ചിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ചെറിയ ഒരു കമുകിൻ്റെ ഒരു തട പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ തൂത്ത് കൂട്ടി വെച്ചിരിക്കുന്ന കരികിലെല്ലാം കൂടെ ഇട്ട് കൊടുക്കുവാണ്. അതിൻ്റെ മീതേക്ക് നമ്മൾ മണ്ണും കൂടെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മീതേക്ക് നമ്മൾ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് വെള്ളം ഒഴിച്ച് ഒരാഴ്ചത്തേക്കിന് അവിടെ ഇടുവാണ്. എല്ലാ ദിവസവും 2 നേരം നനച്ച് കൊടുക്കണം. ഒരാഴ്ച കൊണ്ട് ആ ചപ്പൊക്കെ നന്നായിട്ട് ചീഞ്ഞ് വരും. അപ്പോൾ ഇതുപോലെ തടവെടുത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ചീരത്തൈകളെല്ലാം പിഴുതെടുക്കാം. എന്നിട്ട് നമുക്ക് മണ്ണിലേക്ക് മാറ്റി നടാവേ. അപ്പം ഞാൻ കറണ്ട് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് തൈകൾ വേര് പോകാതെ തന്നെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മണ്ണിലേക്ക് മാറ്റി നടാം. അപ്പം നേരത്തെ നമ്മൾ കരികിലൊക്കെ ഇട്ട് നനച്ചിട്ടിരുന്ന ആ ഒരു ഭാഗം നന്നായിട്ട് കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീതെ നമ്മൾ തടവായിട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് ചീര നടാൻ പോവുകയാണേ.
പിന്നെ ഇവിടെ നമ്മൾ നട്ടിരിക്കുന്ന വേറൊരു സെക്ഷൻ, ഇതിൻ്റെ ഇലയിൽ ഒരുപാട് വെറ്റിൽ കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ഹോള്. നമ്മൾ രാസകീടനാശിനി ഒന്നും അടിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് വെറ്റിലിൻ്റെ ബഹളമാണ്. നോക്കിയേ, ഇത് മൊത്തം വെറ്റിലാണ്. അപ്പോൾ അവർ കഴിച്ചിട്ട് ബാക്കിയേ നമുക്കിനി കിട്ടുള്ളൂ. പിന്നെ ഞാൻ ആകെ ചെയ്യുന്നത് വെളുത്തുള്ളി അരച്ചിട്ട് അതിൻ്റെ നീര് വെള്ളം നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നാലും വലിയ ഗുണമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ ഇത്രയും ചീരയിലാണ് ഇതുപോലെ വെട്ടിലിൻ്റെ ശല്യം. ആദ്യം നമ്മൾ വെട്ടി ആ ഭാഗത്ത് വലിയ ശല്യമൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം നല്ല ചീരയില തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ വെട്ടാനുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ പാവൽ വിളവെടുപ്പ് അമ്മ അങ്ങ് എടുത്ത് കിട്ടാം. അപ്പോൾ 5-6 കായൊക്കെ ഉണ്ടായിട്ടുള്ളായിരുന്നു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ചീരത്തൈകൾ പാകിയ ചാക്കിനകത്ത് വീണ്ടും കുറേ ചീരത്തൈകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് തോരനാക്കി കേട്ടോ. അപ്പോൾ അടുത്ത വർഷം നമ്മൾ കുറച്ച് വെറൈറ്റി ചീരയെല്ലാം കളക്ട് ചെയ്തിട്ട് നടണമെന്ന ആഗ്രഹമാണ്. അപ്പോൾ ഇനിയിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ചീര അധികം കിളിച്ച് പിടിക്കുകയില്ല കേട്ടോ, വെയിൽ വേണം. അപ്പോൾ ഇനി അടുത്ത വർഷം നമ്മൾ വെറൈറ്റി ചീരകളുമായിട്ട് കാണാം. അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.